വചനത്തിൽ ശക്തിപ്പെടുത്തുന്ന മുഴുവൻ ശ്രദ്ധത്തിലായിരിക്കും, മനസ്സിലായിരിക്കും. അതാണ് ജ്ഞാനം 6:9-11. എന്തിനാണ് തീവ്രാഭിനിവേശം വേണ്ടത്? വചനത്തിൽ. വചനം വരുമ്പോഴാണ് മനഃസ്ഥാനത്തിലെ പൂർണ്ണതയിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ സ്വല്പം മനസ്സിലാക്കുക. അതൊക്കെ വെള്ളം കുടിക്കാൻ കുടിക്കും, അതൊക്കെ പറയണോ? അതി കുടിക്കാതെ തെറ്റാഴ്ച പാട്ട് കയറിയിട്ട് പിന്നെ നമുക്ക് പോകും. പിന്നെ പാവമൊക്കെ ചെറിയ ചെയ്യുക, ആപത്തിൽ ഇങ്ങനെ പോയി പിന്നെ പാപത്തിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. 1 കൊരിന്ത്യർ 6:9-11 9 പാപം നിരത്തി വെച്ചിട്ടുണ്ട്. അത് കേൾക്കുക. അത് കേട്ടാൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിന് മായി ചേർക്കാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികൾ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വവർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതോ പക്ഷെ വേഗം വിട്ടു പോരാ. നിങ്ങൾ വചനം സ്വീകരിച്ചാൽ ഓരോ വചനം വെച്ച് സ്വീകരിച്ചാൽ മതി, വ്യത്യസ്തമാക്കിയാൽ മതി. വചനം വരുമ്പോൾ പാപത്തിൽ നിന്ന് അകന്നു പോകും. അതാണ് സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എവിടെയാ സൂക്ഷിക്കേണ്ട വചനം? വചനമാരാണ്? വെളിപാട് 19:13. വചനം ഈശോയാണ്. ഈശോ ആരാണ്? ദൈവം തന്നെ, ദൈവപുത്രൻ. യോഹന്നാൻ സുവിശേഷം 1:18, മത്തായി 16:16. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ആ ദൈവം തന്നെയാണ് യോഹന്നാൻ സുവിശേഷം 1:1-3. അത് മാംസമായിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ഈ വചനമെന്ന് പറയുമ്പോ നിങ്ങൾ മാറിയോ? പഴയ ദിവസവും മേരി എല്ലാം മാറി എന്തോ? പഴയ ആളാണോ? അല്ല, പുതിയതായി. നേരത്തെ എവിടെയാ കിടന്നിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുസരണം ഉണ്ടായിരുന്നു? എല്ലാവർക്കും കേട്ടോ? വിത്തോസ് 3:7 എല്ലാം അതിൽ കിടക്കുകയായിരുന്നു. ഭർത്താവിനനുസരിച്ച്, അപ്പനനുസരിച്ച്, അമ്മയനുസരിച്ച്, ചേട്ടന്മാരനുസരിച്ച്. നമ്മളവസ്ഥയാണ്. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും. മൂഢന്മാരാണ് എല്ലാവരും ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ കൂടുതലാണ് മൂഢന്മാര്. പിന്നെ അനുസരണമില്ലാത്തവര്, തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും. തെറ്റായ മാർഗത്തിലൂടെ കാശിക്കോ അപ്പസിനോയ്ക്ക് പോയത്. പിന്നെ എന്തെല്ലാം നടക്കും? പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും. ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വല്ല സ്വർണ്ണത്തിക്കിട്ട് എടുത്ത് കാശോട്ടാകാനാണെന്ന് ഓർത്ത് നടക്കും എവിടെയെങ്കിലും. ഇല്ല, തെറ്റായ മാർഗത്തിലോട്ട്. ആ അവസ്ഥയില്ല. പിന്നെ ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരുമായിരുന്നു. മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെ വന്നു? എന്നാൽ നമ്മൾ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. ആ സമയത്താണ് വചനം കേട്ടപ്പോഴാണ്, വചനം ഓരോന്ന് കേൾക്കുമ്പോഴാണ്, വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്. ഇതാണ് ഈശോ പറയുന്ന ലൂക്ക 8:21. എന്റെ അമ്മയും സഹോദരികളും ആരാണ്? എന്റെ വചനം ശ്രമിക്കുന്നവരും പാലിക്കുന്നവരുമാണ്. അപ്പൊ നിങ്ങൾ അമ്മയും സഹോദരമായ എന്ത് സന്തോഷമാണ് ഈശോ ചോദിച്ചാൽ തരുമോ? അപ്പൻ മക്കൾ അപ്പനോട് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുമോ? തരുമോ? തരും. കണ്ടോ? അതാ പറയുന്നു. മക്കളെ 7-12 ലൂക്ക 11-7-13 മക്കള് അപ്പൻ ചോദിച്ചാൽ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ ഈ തേളിനെ കൊടുക്കുമോ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ പറയുന്നതാണ്. കൊടുക്കുമോ? ഇല്ല. ഇല്ലേ? അതിനേക്കാളും കൂടുതൽ സ്നേഹമാണ്. ഇതുപോലെ മറിയത്തിന്റെ കൃപ. അമ്മ മകളെ തരുമോ? പുറത്താക്കുമോ? ഇല്ല. അതിനേക്കാളൊക്കെ എന്തും വലിയ സ്നേഹമാണ് ദൈവസ്നേഹം. 49-15-14 വ്യക്തമായേക്കാളും അത് വ്യക്തമായപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് അതിന്റെ അപ്പുറത്ത് പറയാൻ പറ്റുമോ? അതിനേക്കാളും കൂടുതൽ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് നാം മാറുന്നത്.
ദൈവസ്നേഹം പലപ്പോഴാണ് പശ്ചാത്താപം വരുന്നത്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പലരും കരയുന്നു. ചിലപ്പോൾ അവർ കരച്ചിൽ കേട്ടാൽ കുഞ്ഞുങ്ങളെ പോലെ കരയുന്നത്. ഇതുകൊണ്ടാണ് മത്തായി 18 1 തൊട്ട് 5 വരെ വചനം. എന്താണ് ആ വചനം? ഏതെങ്കിലും ഒരു കുഞ്ഞിനോണ്ടെങ്കിൽ കൊണ്ട് ഇവിടെ വന്ന് കേട്ടാ, ചെറിയ കുട്ടി അതെല്ലാവരും കാണട്ടെ എന്താണ് വചനം. കേട്ടോ, ചെറിയ കുട്ടി ഒരു കുഞ്ഞിനോട് എല്ലാവരും കാണട്ടെ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ഒരു കുഞ്ഞിനെ ഇത് കൊണ്ടുവന്ന എങ്ങനെയെങ്കിലും കാണട്ടെ. വചനം മാംസമാകട്ടെ. അല്ലെങ്കിൽ ഈ വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കഴിക്കണ്ട, കൊച്ചിനെ മറക്കൊണ്ടിരിക്കും. അവിടെ ഇനി വായി വരണം. വചനം എന്താണ് കേൾക്കാം. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ മനസ്സിലായോ? ഇതുപോലെ വരണം. ഒരു ഉടുപ്പ് മാറാനല്ല, കുഞ്ഞിനെ പോലെ മാനസാന്തരപ്പെട്ട് കുഞ്ഞിനെ പോലെ വരുമ്പോ സ്വർഗരാജ്യം നമ്മൾ കയറി കഴിഞ്ഞു. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. മനസ്സിലായി? ഇനി വല്ലതും കേൾക്കണം. സ്വർഗം ജയിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 11 25 27 വാരത്തില്, ലൂക്ക 10 21 22 വാക്യത്തില് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു എന്റെ തിരുവട്ടം. സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നതോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. കുഞ്ഞുങ്ങളെ പോലെ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴാണ് ദൈവം എല്ലാം വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ദിവസേന പശ്ചാത്താപം. യോഹന്നാൻ 3:3 വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതാണ്. അതിലാണ് നമുക്ക് ഈ കുദാശകളെല്ലാം വന്നിരിക്കുന്നത്. കുമ്പസ്ഥാനമെന്ന വലിയ കുദാശകളല്ല. 3:5 വചനത്തിലും ആത്മാവിലും വരുന്ന എളിമപ്പെടുന്ന സ്ഥാപിക്കാനൊന്നും പോയില്ലായിരുന്നു. ഈശോ വരുമ്പോൾ സമാധാനമാണ്. ഗലാത്യ 5:22 9 ഗുണങ്ങൾ നമ്മൾ കാണും. അപ്പൊ നമുക്ക് ആത്മനിയന്ത്രണം കർത്താവ് തരും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, കോപിക്കാം, പക്ഷെ കോപം വെച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. കോപം വെച്ചുകൊണ്ടിരുന്ന മറ്റവൻ ആത്മചേരിയോട് ഓടിയെത്തിക്കളയും. എഫോസ് 6 25-27 വരുന്ന വാനത്തില്. അതിനാൽ വ്യാജപ്പെടി എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. കോപിക്കാം, പാപം ചെയ്യരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവസരം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഈശോയിൽ പോവാൻ ഈശോ പറയുന്നത് അവസാനം അതിനുവേണ്ടി പറയാൻ മാർക്കോസ് 16 15 വനത്തില് ലോകം മുഴുവനും പോയി കർത്താവിനെ കൊടുക്കാൻ പറഞ്ഞു. പോണെങ്കിൽ നമുക്ക് തയ്യാറെടുപ്പ് വേണം, കർത്താവിന്റെ കൃപ കിട്ടണം. അല്ലാതെ പോയാല് നമ്മളെ നിന്ന് മറ്റവും പോകും. കണ്ടോ? അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളവൻ ശക്തനായിരിക്കണം. യോഹന്നാൻ 4:4 വചനം നമ്മൾ വന്ന് നിറയണം. വചനത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്. വചനത്തിന്റെ ശക്തിയാണ്. അതാ ബന്ധിക്കുമ്പോഴൊക്കെ നടക്കുന്നത്. അതാ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴെല്ലാം കർത്താവ് പ്രവർത്തിക്കുന്നത്. പച്ചമരമെല്ലാം കത്തും ചെയ്യുമ്പോ ബന്ധിക്കുമ്പോ ഒരു സ്ഥലത്ത്. അതൊക്കെ വചനമാണ്. തീ വരും, എല്ലാം വചനമാണ്. മനുഷ്യനെ മൃഗങ്ങൾ ഗ്രഹിക്കാൻ സാധ്യമല്ല. കാരണം